ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന അഭിയുടെയും ജാനകിയുടെയും ഇന്നത്തെ കഥയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാട്ടോ. അപ്പോൾ സൂര്യനാരായണൻ എന്ന അച്ഛൻ ആകെ തകർന്നിങ്ങനെ ഇരിക്കുകയാണ്. എന്തായാലും ഞാൻ ചെയ്തത് ശരിയാണ് എപ്പോഴാണ് പറയുന്നത്. പ്രഭയ്ക്ക് ഇപ്പം പല ന്യായം. അവളുടെ ഉള്ളിലെ അമർഷത്തെ വെള്ള പൂശാനുള്ളതാണ് അവൾ പറയുന്ന ന്യായങ്ങൾ. ആ ന്യായത്തിന് കൂട്ടു നിൽക്കാൻ എനിക്കാവില്ല. എൻ്റെ മോനാ നീ. ഞാൻ ചെയ്തത് ശരിയാണ് എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. അതുകൊണ്ട് ആധാരം റദ്ദിയോ അങ്ങനത്തെ ഒരു പരിപാടി നടക്കത്തില്ല. അപ്പം അമ്മയുടെ വാക്കുകൾ അച്ഛൻ പുച്ഛിച്ച് തള്ളിക്കളയരുതേ. മനസ്സിലൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. എന്തായാലും അമ്മ വെറും വാക്ക് പറയില്ല. ഒരച്ഛൻ എന്തായാലും അച്ഛൻ എൻ്റെ തലയിൽ വെച്ചിരിക്കുന്ന ആ ഭാരം എൻ്റെ ശിരസിൽ നിന്ന് എടുത്ത് കളയച്ച എന്ന് അഭി ഇങ്ങനെ പറയുകയാണ്. ജാനകി ആകെ സങ്കടപ്പെടുകയാണ്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ തോൽവി സമ്മതിക്കാൻ വേണമെങ്കിൽ, പക്ഷേ നിങ്ങൾ എന്നെ വിട്ടു പോകരുത്, അത്രേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ ഇവിടുന്ന് പോവരുത് ഒരു കാരണവശാലും. നീ എനിക്ക് ആ വാക്ക് തരണം, ഒരിക്കലും എന്നെ വിട്ട് പോവില്ല എന്ന്. അങ്ങനെ ഒരു വാക്ക് നീ എനിക്ക് തന്നാൽ നിൻ്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്യാം. ഞാൻ ആധാരം റദ്ദു പതിപ്പിക്കാം. അപ്പോഴേക്ക് അച്ഛന് വാക്ക് കൊടുക്കുക, എന്നും അച്ഛൻ്റെ കൂടെ ഞങ്ങൾ ഉണ്ടാകുമെന്ന്. അങ്ങനെ റദ്ദു പതിപ്പിക്കാമെന്ന വാക്ക് അച്ഛനും കൊടുക്കുകയാണ്. എന്തായാലും നമ്മുടെ അഭി ആകെ സങ്കടത്തോട് കൂടിയിട്ട് പ്രഭാവതിയുടെ റൂമിലേക്ക് ചെല്ലുക. പ്രഭാവതി എന്ന അവരുടെ ഭാഗത്തു നിന്ന് നോക്കി ചിന്തിക്കുവാണെങ്കിൽ ഓക്കെ, പക്ഷെ അവരും സ്വാർത്ഥരാണ്. ഇത്രയും നാൾ കൊച്ചിനെ നോക്കി എന്നൊക്കെ പറഞ്ഞാലും അത് വെറും അഭിനയമായിരുന്നു എന്ന് അവരുടെ ഇപ്പോഴത്തെ പ്രവൃത്തിയിൽ നിന്ന് അറിയാലോ. അഭി ആകെ സങ്കടപ്പെട്ട് അമ്മയുടെ കാല് പിടിക്കാൻ ചെല്ലുകയാണ് കേട്ടോ. നീ എന്തിനാണ് എൻ്റെ കാല് പിടിക്കുന്നത്? എൻ്റെ കയ്യിലൊന്നും ഇല്ല തരാനായിട്ട്. സുമംഗലയുടെ വാക്കുകൾ സുമംഗല പറയുന്നത് പോലെയാണ്, ഇപ്പം മുത്തശ്ശി പറയുന്നത് പോലെയാണ് അമ്മയും സംസാരിക്കുന്നത്. എൻ്റെ കയ്യിൽ നിനക്ക് പ്രത്യേകിച്ച് തരാനൊന്നുമില്ല, നീ സോപ്പിടാൻ എന്ന രീതിയിലാണ്. അങ്ങനെ അമ്മ എന്താ അമ്മ ഇത്? ചങ്കിക്കൊള്ളുന്ന വർത്താനം വാക്കുകളൊന്നും അമ്മ പറയല്ലേ അമ്മേ. അമ്മയുടെ സ്നേഹം മാത്രമല്ലേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ആരെന്നെ അംഗീകരിച്ചില്ലെങ്കിലും അമ്മ എന്നെ അവഗണിച്ച് കളഞ്ഞാൽ പിന്നെ ഈ അഭി ഇല്ല, എനിക്കത് സഹിക്കാനാവില്ല. ഇനിയിപ്പോൾ എൻ്റെ ആവശ്യം എന്തിനാടാ നിനക്ക്? എനിക്ക് ആവശ്യമില്ല. അമ്മ ചെയ്യേണ്ട കടമകളൊക്കെ ഞാൻ നിനക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. ഒരമ്മ ചെയ്യേണ്ട എല്ലാ കടമകളും മക്കൾക്ക് വേണ്ടിയിട്ട് ഒരമ്മ ചെയ്യുന്നതെല്ലാം തിരിച്ചു കിട്ടാത്ത കടങ്ങളാണ്. ഏതൊരമ്മയും പോലെ അതെനിക്കറിയാം. നിൻ്റെ കാര്യത്തിലും എനിക്ക് ഒരു നിരാശയില്ല. അപ്പോൾ ജാനകി പുറത്തു നിന്ന് ഇതൊക്കെ കേൾക്കുക കേട്ടോ. വളർത്തിയതിന് കണക്ക് പറയുക. ഇതിൽ കൂടുതൽ എങ്ങനെ ഈ തള്ള വളർത്തിയതിൻ്റെ കണക്ക് പറയണം? പാവം അഭിയേട്ടൻ അതൊന്നും മനസ്സിലാവാതിരിക്കുക. അപ്പോഴേക്കും നമ്മുടെ അഭിയുടെ അമ്മ ഇങ്ങനെ പറയുക, അതേ കുട്ടികളിൽ ഒന്നിന് ഏതെങ്കിലും ഒരു വൈകല്യം ഉണ്ടെങ്കിൽ അമ്മയുടെ സ്നേഹം കൂടുതൽ പോകുന്നത് ആ കുട്ടിയിലേക്കായിരിക്കും. അതുതന്നെ നിൻ്റെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. നിന്നെ പ്രസവിച്ചത് ഞാൻ അല്ലാത്തത് കൊണ്ട്, നിനക്ക് തള്ള ഇല്ലാത്തത് കൊണ്ടും നിനക്കൊരു കുറവും വന്നുകൂടാ എന്ന് കരുതി ഞാൻ സ്നേഹിക്കുക ചെയ്തത്. അപ്പോഴേക്കും അഭി ചോദിച്ചു, മറ്റൊരമ്മയുടെ വയറ്റിൽ ജന്മം കൊണ്ടത് എൻ്റെ കുറ്റമാണോ? പെറ്റമ്മയുടെ മുഖം ഞാൻ കണ്ടിരുന്നെങ്കിൽ പോലും എൻ്റെ അമ്മയ്ക്ക് മനസ്സിൽ രണ്ട് മുഖം ഉണ്ടാകുമായിരുന്നു. എൻ്റെ ഈ അമ്മ തന്നെയാണ് എൻ്റെ അമ്മ. അച്ഛൻ എഴുതി വെച്ച ആധാരം അച്ഛനെ കൊണ്ട് ഞാൻ പിൻവലിപ്പിച്ചുകൊള്ളാം. എന്തായാലും അമ്മ എന്നോട് എൻ്റെ ഒപ്പം ഉണ്ടാകണം. അതിന് നിൻ്റെ അച്ഛൻ തയ്യാറാവണ്ടേടാ. ഐക്യത്തോടെ പോയ കുടുംബത്തിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് ഞങ്ങളാരും അല്ല, നിൻ്റെ അച്ഛൻ തന്നെയാണ്. അപ്പോൾ അച്ഛനെ കൊണ്ട് ഞാൻ ഈ ആധാരം റദ്ദ് പതിപ്പിക്കും അമ്മേ. അത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. എനിക്കോ ജാനകിക്കോ അതിൽ നിന്ന് ഒരു ഷെയർ പോലും തരേണ്ട കാര്യമില്ല. ഞങ്ങൾക്കതിൻ്റെ ആവശ്യമില്ല. ജാനകി ആകെ സങ്കടപ്പെട്ട മട്ടുപ്പാവിൽ ഇങ്ങനെ പോയി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അഭി ഭയങ്കര സന്തോഷത്തോടു കൂടി, എന്തൊരാശ്വാസം. അച്ഛൻ എൻ്റെ തലയിലെടുത്ത് വെച്ച ഭാരം ഇറക്കി വെക്കാൻ പോവാണ്. സമാധാനമായി. അപ്പോൾ അഭിയേട്ടൻ ആരെ പേടിച്ച അഭിയേട്ട ഇതൊക്കെ ചെയ്യുന്നത്? സത്യത്തിൽ അച്ഛൻ ഇഞ്ചിഞ്ചായി നീട്ടി കൊല്ലുന്നത് അമ്മയോ മറ്റു മക്കളും അല്ല, അഭിയേട്ടനാണ്. അഭിയേട്ടൻ അച്ഛൻ എന്ത് സങ്കടത്തോടെ ആയിരിക്കും ഇത് സമ്മതിച്ചിട്ടുണ്ടാവുക എന്നറിയോ? അപ്പോൾ ജാനകി നീ എന്തൊക്കെയാണ് പറയുന്നത്? അതെ, അച്ഛന് കരുത്തായി നിൽക്കുന്നതിന് പകരം അച്ഛനെ കൂടുതൽ ദുർബലപ്പെടുത്താനല്ലേ അഭിയേട്ടൻ ഇതുവരെ ശ്രമിച്ചത്? വേണ്ട ജാനകി, നമുക്ക് വേണ്ട ആ സ്വത്ത്. അതിൻ്റെ കാരണമാണ് ഞാൻ ഈ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ജീവിതത്തിലെ കണക്കുകൂട്ടലുകൾ അണുവിട തെറ്റിപ്പോകാത്ത മനുഷ്യനാണ് അച്ഛൻ. ആ അച്ഛൻ എന്തെങ്കിലും ഒരിക്കൽ അഭിയേട്ടൻ ആരാണെന്നുള്ള സത്യം മറ്റു മക്കൾ അറിയുമെന്ന് അച്ഛൻ അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അഭിയേട്ടൻ ഇതൊക്കെ എഴുതി വെച്ചത്. പക്ഷേ അച്ഛൻ വിചാരിച്ചത് സത്യമായില്ലേ? മക്കളെല്ലാവരും തള്ളി പറഞ്ഞില്ലേ? അച്ഛന് വാക്ക് കൊടുത്തെങ്കിലും ആധാരം റദ്ദു പതിപ്പിച്ച ഇനിയും ഈ വീടിൻ്റെ പടി ഇറങ്ങാതെ ഇവിടെ കഴിയാൻ പറ്റുമെന്ന് അഭിയേട്ടന് തോന്നുന്നുണ്ടോ? ഇപ്പം നിൻ്റെ ജന്മം പോലെ എന്നെ അച്ഛനും അമ്മയും ഉപേക്ഷിച്ച് കളഞ്ഞിരുന്നെങ്കിൽ നീ ഒന്ന് ഓർത്ത് നോക്കിക്കേ, ഞാൻ എവിടെയാകുമായിരുന്നു? അച്ഛനത് ചെയ്തില്ലല്ലോ. അറിഞ്ഞുകൊണ്ട് അമ്മ എന്നെ സ്വന്തം മകനായിട്ട് വളർത്തുകയല്ലേ ചെയ്തത്. അവർക്ക് കൊടുക്കാൻ എനിക്ക് ഇതൊക്കെ ഉള്ളൂ.
എൻ്റെ നെഞ്ചിനുള്ളിൽ ജീവൻ്റെ തുടുപ്പുള്ള കാലം വരെ ഞാൻ അത് പാലിക്കുക തന്നെ ചെയ്യും. ഈ വീട് വിട്ട് ഞാൻ പോകില്ല എന്ന് തന്നെ അഭി പറയുകയാണ്. വലിയൊരു ട്രാപ്പിലേക്കാണ് അഭി പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ജാനകിക്ക് മനസ്സിലായി. ഇതേ സമയം നമ്മുടെ അജയും അപർണയും കൂടിയിട്ട് അമലിനെയും നിരഞ്ജനെയും വിളിച്ചിരുത്തിയിട്ട് ഈ സംഭവം വിറ്റ് കഴിയുമ്പോഴേക്കും ഷെയർ പിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ ചർച്ച ചെയ്യുകയാണ്. പക്ഷേ നിരഞ്ജനയ്ക്കും അമലിനും ഒരു താല്പര്യമില്ല. രണ്ടുപേരുടെ അഭിപ്രായം അഭിയേട്ടൻ്റെയും ജാനകിക്കും തന്നെ അത് ഇരിക്കട്ടെ, അല്ലാണ്ട് ഈ ഷെയറിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ലെന്നാണ്. ഒരു വീട്ടിലിങ്ങനെ മാറി നിന്നുകൊണ്ടുള്ള ഡിസ്കഷനൊക്കെ പരമ ബോറാണ് എന്ന് പ്രത്യേകിച്ച് നിരഞ്ജന പറയുകയും ചെയ്തു. അപ്പം മുത്തശ്ശിയിൽ നിന്ന് കിട്ടിയ ചില വിവരങ്ങൾ വെച്ച് നമുക്കൊരു നിലപാടിൽ എത്തിച്ചേരാമെന്ന് ഞാൻ കരുതി, അത്രേ ഉള്ളൂ. അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചതാണോ വലിയ തെറ്റ് എന്നൊക്കെ അപർണ ഇങ്ങനെ ചോദിക്കുക കേട്ടോ. അപ്പോൾ അമൽ ചോദിച്ചു, എന്ത് വിവരമാണ് നീ അറിഞ്ഞത്? അഭിയേട്ടനെ ഏട്ടത്തെയും പുറത്താക്കാനുള്ള പദ്ധതിയായിട്ടാണ് നീ വന്നതെങ്കിൽ നീ പിന്നെ ഈ വീട്ടിലുണ്ടാവില്ല. നീ എന്നല്ല, ഞാനുണ്ടാവില്ല എന്നിങ്ങനെ പറയുക കേട്ടോ. അയ്യോ, പിന്നെ ശ്രീരാമചന്ദ്രൻ വീട് വിട്ടു പോയാൽ പിന്നെ ലക്ഷ്മണൻ കൂടെ പോകൂലോ, വേറെ നിർവാഹമില്ലല്ലോ. അപ്പോഴേക്കും അജയ് ദേഷ്യപ്പെട്ട് രണ്ടും കൂടെ ഒന്ന് നിർത്തുന്നുണ്ടോ? അച്ഛനോട് പറഞ്ഞ് മൂന്നാറിലെ പ്രോപ്പർട്ടിയുടെ ആധാരം റദ്ദ് ചെയ്യിക്കാമെന്ന് അഭിയേട്ടൻ അമ്മയുടെ മുമ്പിൽ സത്യം ചെയ്തു എന്നാണ് മുത്തശ്ശി പറഞ്ഞത്. കഷ്ടം, നാണമില്ലേ? ഒരു മനുഷ്യനെ ആരെങ്കിലും ഇതിൽ കൂടുതൽ വേദനിപ്പിക്കുമോ? പുത്രവാത്സല്യം കൂടി അച്ഛനായിട്ട് മകനെ വേദനിപ്പിച്ചതല്ലേ, നമ്മളല്ലല്ലോ എന്ന് അപർണ പറഞ്ഞു. എന്തായാലും അച്ഛൻ ഇങ്ങനെ ഒരു വൃത്തികേട് കാണിച്ചതുകൊണ്ടല്ലേ ഈ രഹസ്യം പുറത്തായത്. അപ്പോൾ എന്തായാലും ജാനിയടത്തി കൂടി അച്ഛനോട് സമ്മതം പറയണ്ടേ, അല്ലാണ്ട് അച്ഛൻ ചുമ്മാ അങ്ങ് ചെയ്യാൻ പറ്റില്ലല്ലോ. റദ്ദ് പതിപ്പിക്കാൻ അച്ഛൻ അധികാരം ഉണ്ടെങ്കിലും അച്ഛൻ്റെ മുന്നിൽ ചെന്ന് ഞങ്ങൾ ഒറ്റപ്പെടുത്താനാണ് ശ്രമിക്കുന്നത് എന്ന് ജാനിയടത്തി ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛൻ അതിന് തയ്യാറാവത്തില്ലല്ലോ. പിന്നെന്താ, പിന്നെ ഈ ജാനിയടത്തി വേണമെന്നൊന്നുമില്ല, ഞാൻ മതി അങ്ങനെയൊന്നും ചെയ്യാൻ. അപ്പോഴേക്കും അജയ് പറഞ്ഞു, നീ അങ്ങനെ ചെയ്താൽ നിന്റെ എൻ്റെ തനി സ്വഭാവം നീ കാണും. അതെ, അപർണ പറഞ്ഞതുപോലെ നിനക്കും അവരുടെ കൂടെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വരും എന്ന് അജയ് താക്കീതുപോലെ പറയുക. ഇറങ്ങിപ്പോകാൻ അവർക്കൊരു സാഹചര്യം ഉണ്ടായാൽ അതൊരുക്കി കൊടുത്ത നീ എങ്ങനെ ഇവിടെ നിൽക്കൂടാ? ഈ വീട്ടിലെ സമാധാന അന്തരീക്ഷമല്ലേ ഇവിടെ നിലനിൽക്കുന്നത്. അഭിയേട്ടനും അച്ഛനും ഒക്കെ അത് പോസിറ്റീവായിട്ട് ചിന്തിച്ചാൽ എഴുതി വെച്ചതൊക്കെ അച്ഛൻ്റെ പേര് തിരിച്ചെത്തിക്കഴിഞ്ഞിട്ട് എനിക്ക് ചില പരിപാടികളൊക്കെ ഉണ്ട്. ഞാനൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഷെയർ എനിക്ക് ബാക്കിയുള്ള മക്കൾക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അപർണ പറഞ്ഞു, എന്തായാലും ജാനകിയുടെ പേരിൽ ഒരു ഷെയർ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ ജാനകി അത് വേണ്ടാന്ന് പറയത്തില്ല. അപ്പോൾ എന്തായാലും ജാനകിയുടെ പേരിൽ ഒരു ഷെയർ കൊടുത്തേ പറ്റൂ, അത് വലിയ പ്രശ്നമാണ്. അപ്പോഴേക്ക് നിരഞ്ജന പറഞ്ഞു, എന്തായാലും എനിക്ക് ഷെയറിൻ്റെ ഒന്നും ആവശ്യമില്ല, പക്ഷേ ജാനിയടുത്തേക്ക് കൊടുക്കണം. അപ്പോൾ അമൽ പറഞ്ഞു, പൊന്നു മൈനറാണ്, പൊന്നൂനും കൊടുക്കണം. അപ്പോഴേക്കും നമ്മുടെ അജയ് മനസ്സിലോർക്കുക, 9 ഷെയറോ പറ്റില്ല, ഒരു ഷെയറും ആർക്കുമില്ല, ഇത് മൊത്തം എനിക്ക് വേണമെന്ന്. എന്തായാലും ഇതൊക്കെ നടക്കുമോ? ഈ ഷെയറൊക്കെ ഇങ്ങനെ മാറ്റാനാണെങ്കിൽ ഓരോരുത്തർക്ക് കൊടുക്കാനാണ്, പിന്നെ ഞാനെന്തിനാ കഷ്ടപ്പെട്ടത്, മൊത്തത്തോടെ ഞാൻ വിഴുങ്ങണമെന്ന് ഓർത്തുകൊണ്ട് അപർണ. എന്തായാലും ഇങ്ങനെ വെറുതെ കണ്ട മക്കൾക്ക് എല്ലാവർക്കും കൂടി കൊടുക്കാനാണ്, പിന്നെ എന്തിനാണ് അത് വിൽക്കുന്നത് എന്നൊരു ചിന്തയാണ് അപർണയുടെ ഉള്ളിലൂടെ കടന്നുപോയത്. അപർണ പറഞ്ഞു, എല്ലാ സ്വത്തുക്കളും പോലെ അത് അച്ഛൻ്റെ പേരിൽ തന്നെ കിടക്കട്ടെ, ഷെയർ ചെയ്യാനുള്ള സമയമാകുമ്പോൾ മക്കൾക്ക് തന്നെ അത് കിട്ടുമല്ലോ. ഈ ആവശ്യമായിട്ട് ഞാനും അമലോ എന്തായാലും അച്ഛനെ സമീപിക്കില്ല. അത് കേട്ട് അജയ്ക്ക് ദേഷ്യം വന്ന് അജയ് അങ്ങ് പോവാ. എന്തായാലും എല്ലാവരും പോയി കഴിഞ്ഞപ്പോഴേക്കും അമൽ പറഞ്ഞു, നീ ഒന്നും മനസ്സിൽ കാണാതെ ഇത് പറയില്ലെന്ന് എനിക്കറിയാം. ഓ എന്നാൽ ശരി, വിട്ടേക്കാം. എന്തായാലും എനിക്കും കിട്ടൂല്ലോ പൊന്നു ഉൾപ്പെടെ 9 ഷെയറിൽ 1. അല്ലേ അമലെ, വിറ്റേക്കട്ടെ. ഡീ നിന്നെ ഞാൻ പോടി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അമൽ ദേഷ്യത്തോടെ പോവുക. അവിടെ നിന്ന് കഴിഞ്ഞാൽ ഇവളെ തല്ലിപ്പോകുന്ന അറിയാം. എന്തായാലും ഇവള് കുറച്ച് തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. എന്തായാലും നമ്മുടെ സൂര്യനാരായണൻ വക്കീലിനെ വിളിച്ചിരിക്കുകയാണ്. വക്കീൽ വന്നു. എന്തോ ഗൗരവമുള്ള കാര്യമാണല്ലോ എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതെ, സൂര്യനാരായണൻ മുട്ടുമടക്കി, എൻ്റെ പിടിവാശി കൊണ്ട് അഭിയുടെ സ്വസ്ഥത കൂടി നശിച്ചെങ്കിൽ ഇനി അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അർത്ഥമില്ല. ഞാൻ ഇനി എൻ്റെ തീരുമാനത്തിൽ തന്നെ എന്തിനുറച്ചു നിൽക്കണം? സാറ് പറഞ്ഞു വരുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ മാറ്റാൻ മാത്രം എന്ത് തീരുമാനമുള്ളത്? ആ ധനനിശ്ചയ ആധാരം റദ്ദ് പതിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് ഞാൻ തന്നോട് വരാൻ പറഞ്ഞത്. അപ്പോഴേക്കും വക്കീൽ അന്തം വിട്ടിങ്ങനെ നോക്കുകയാണ് കേട്ടോ അഭിയെ. എന്നിട്ട് സൂര്യനാരായണനെയും. എന്തായാലും ജാനകി അന്തം വിട്ടിങ്ങനെ നിൽക്കുകയാണ്. ഏത് കൊടുങ്കാറ്റിനും അധിക സമയം വീശാൻ കഴിയില്ലല്ലോ, അത് ശാന്തമാകുക തന്നെ വേണം. കുറേ നഷ്ടങ്ങൾ വരുത്തി അത് കെട്ടടങ്ങും. ഞാൻ കാത്തിരുന്നത് ആ പ്രതീക്ഷ വെച്ചായിരുന്നു, പക്ഷേ ആ പ്രതീക്ഷയൊക്കെ നശിച്ചു. അല്ല, ഇത്ര പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ എന്താ കാരണം? ഇപ്പം യുദ്ധം നടക്കുന്നത് ഞാനും എൻ്റെ ഭാര്യയും തമ്മിലാ. ഞാൻ എൻ്റെ പാതി ഉടലായ എൻ്റെ ഭാര്യയുമായിട്ട്, അത് തന്നെ കാരണം എന്ന് സൂര്യനാരായണൻ ഇങ്ങനെ പറയുക. ഒരു ചതി ഞാൻ അവളോട് ചെയ്തു, അത് തിരുത്തണം.
അപ്പോൾ സാറിന് നേരെ വന്ന സമ്മർദ്ദം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ കുടുംബത്തിൽ സംഭവിച്ചിരിക്കുന്ന എന്താണെന്ന കാര്യത്തിൽ ഒരു പുനർചിന്ത സൂര്യ സാറിന് എന്തായാലും ഉണ്ടാകണം. ഈ ആധാരം റദ്ദ് ചെയ്യുന്നത് കൊണ്ട് ഈ കുടുംബത്തിലെ പ്രശ്നങ്ങൾ തീരുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, അടുത്ത പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അഭി ആരാണെന്ന് സത്യം തിരിച്ചറിയാതിരുന്നെങ്കിൽ ഒരു പരിധിവരെ മക്കൾക്കിടയിൽ വേണം വിള്ളൽ സാറിന് തടയാമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഈ സാഹചര്യം എല്ലാം മാറ്റിമറിക്കുന്നതാണ്. ഈ കുടുംബത്തിൽ പലർക്കും അഭി അന്യനായി കഴിഞ്ഞു. അപ്പോൾ വക്കീൽ പറയണ സത്യം പോലും മനസ്സിലാക്കാൻ അഭിയേട്ടൻ എന്താ കഴിയാത്തത് എന്ന് ജാനകി ഇങ്ങനെ മനസ്സിലോർക്കുക. വക്കീൽ പറഞ്ഞു, എനിക്ക് പറയാനുള്ളത് സാറിൻ്റെ ഈ തീരുമാനം വെറും കീഴടങ്ങൽ മാത്രമാണ്. സ്വന്തം മകനെ തിരസ്കരിക്കാൻ സാറ് തയ്യാറാണ് എന്നല്ലേ അതിനർത്ഥം? അപ്പോഴേക്ക് അഭി ഇടയ്ക്ക് കയറി പറയുക, അതെ വേണ്ട, എന്നെ വെറുതെ അച്ഛനെ സമ്മർദ്ദത്തിലാക്കണ്ട. അപ്പോൾ വക്കീൽ പറഞ്ഞു, എന്തിനാ ഉടഞ്ഞ കണ്ണാടിയിൽ നോക്കി വെറുതെ ടെൻഷൻ അടിക്കുന്നത്? ഒരു മുഖവും ഇല്ല. എല്ലാവരും ഇനി അഭിയിൽ കാണാൻ പോകുന്നത് എന്താ, ഏട്ടൻ്റെ മുഖമല്ല, ഒരന്യൻ്റെ മുഖം തന്നെയാണ്. ജാനകിക്കും ഇതേ അഭിപ്രായമാണോ? അപ്പോൾ കണ്ടും കേട്ട് നിൽക്കുന്നതിൽ കവിഞ്ഞ് എനിക്ക് ശബ്ദമില്ലാന്ന് സക്കീർ ഭായിക്ക് അറിയാലോ. അതെ, കുറച്ച് സ്വത്തെഴുതി വെച്ചതല്ലേ ഇവിടെ ഞാൻ കാണുന്ന പ്രശ്നം. അഭി സാറിൻ്റെ വൈഫ് ഉൾപ്പെടെ പലർക്കും അന്യനായി തീർന്നു എന്നത് തന്നെയല്ലേ യാഥാർത്ഥ്യം. സാറ് വൈഫിനും മക്കൾക്കും കീഴടങ്ങി ഈ ആധാരം റദ്ദ് ചെയ്തു കഴിഞ്ഞാൽ അഭി അവരെ സ്നേഹിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അഭി വെറും ഒരു സീറോയായി തീരില്ലേ എന്ന് സൂര്യനാരായണൻ ഇങ്ങനെ ചോദിക്കുക. തനിക്ക് ഈ കുടുംബത്തിൽ നിന്ന് ഒന്നും വേണ്ട എന്നുള്ള ആറ്റിറ്റ്യൂഡാണ് തൻ്റെയെന്ന് എനിക്കറിയാം. ഈ മനോഭാവമായിട്ട് അഭി മുന്നോട്ട് പോയാൽ മടക്കി കിട്ടുമെന്ന് കരുതുന്ന സ്നേഹം തിരിച്ചു കിട്ടുമെന്നാണ് അഭിയുടെ വിചാരമെങ്കിൽ കിട്ടാൻ പോകുന്നില്ല. കൂടുതൽ അവഗണന മാത്രമേ കിട്ടാൻ പോകുന്നുള്ളൂ. ഒരിക്കലും ആരുടെയും പരിഗണന അഭിക്ക് കിട്ടില്ല. സാർ ആധാരം റദ്ദ് ചെയ്യാതിരുന്നാൽ ഉള്ളുകൊണ്ട് ആരും ഇല്ലെങ്കിലും സാറിൻ്റെ മൂത്ത മകനായ അഭിക്ക് ഈ കുടുംബത്തിൽ ഒരു നിലയും വിലയൊക്കെ ഉണ്ടാകും എന്ന് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. അഭിയെ തിരസ്കരിക്കാൻ ആർക്കും കഴിയാതെ വരും. സാർ ആഗ്രഹിക്കുന്നത് പോലെ ഈ കുടുംബം മുന്നോട്ട് പോവുകയും ചെയ്യും. അതല്ല റദ്ദ് ചെയ്യാനാണ് തീരുമാനമെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്തുകൾ ഉടനടി നമ്മൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കും. നോയിക്കോ, ഇതെൻ്റെ വാദമായിട്ടൊന്നും ആരും കരുതണ്ട. നടക്കാൻ പോകുന്ന സത്യമാണ് ഞാൻ കരുതുന്നത്. ആധാരം റദ്ദ് ചെയ്യുന്നതിലൂടെ അളകാപുരിയിൽ നിന്നും അഭിയുടെ പുറത്തേക്കുള്ള വാതിലാണ് തുറക്കാൻ പോകുന്നത്. ഒരു കാഴ്ചക്കാരനെ പോലെ സൂര്യനാരായണൻ അത് വെറുതെ നോക്കി നിൽക്കേണ്ടി വരും. അതുകൊണ്ട് ഈ തീരുമാനം സാർ മാറ്റണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇതിനൊക്കെ പിന്നിൽ കളിക്കുന്നത് തമ്പിയാണ് എന്ന സത്യം അറിഞ്ഞിട്ടും സാറ് തോറ്റു പോവരുത്, ഒരിക്കലും തമ്പിക്ക് മുന്നിൽ തോക്കരുത് എന്ന് അങ്ങനെ പറയുക കേട്ടോ. അപ്പം തൻ്റെ വാക്കുകൾ എന്നെ വല്ലാതെ ഭയപ്പെടുന്നുണ്ട് സക്കീറേ, വല്ലാതെ. താൻ പറയുന്നതൊക്കെ സത്യമാണ്, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ എനിക്കിപ്പോൾ അത് ചെയ്യാതിരിക്കാനാവില്ല. ഞാൻ എൻ്റെ നിലപാടിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ എനിക്ക് കുടുംബ കോടതിയുടെ വരാന്ത പോലും കയറേണ്ടി വരും എന്ന് വക്കീലിനോടുള്ള കാര്യം തുറന്നു പറഞ്ഞു. എൻ്റെ മക്കൾ അമ്മയെ കൊണ്ട് ഡിവോഴ്സ് പെറ്റീഷൻ വരെ കൊടുപ്പിക്കും. അതിനുവേണ്ടി തയ്യാറായി നിൽക്കുക. ഈ പ്രായത്തിൽ തനിക്കത് കാണാൻ ആഗ്രഹം ഉണ്ടോളൂ എന്ന് ചോദിക്കുക കേട്ടോ. ഒന്നും ഒരു ഉത്തരവില്ല വക്കീലിന്. എന്തായാലും ഇന്നലെ അഭി വന്ന് എന്തായാലും എൻ്റെ നെഞ്ചിൽ ഡിവോഴ്സ് എന്ന അസ്ത്രം ഓടിച്ചു. അവൾ ഡിവോഴ്സ് ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുമെന്ന് പറഞ്ഞു. ഞാൻ എന്താണോ ചെയ്യേണ്ടത്? ഇങ്ങനെയുള്ള അവളുടെ ഉറച്ച തീരുമാനത്തിന് മുമ്പിൽ ഞാൻ എന്ത് ചെയ്യണം? ഇതല്ലാതെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാൻ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സി ഓക്കെ, താങ്ക് യു.